മുസ്ലിം സംഘടനകളെയൊക്കെ നാട്ടക്കുറ്റിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഖിലാഫത്തിനെയും ഒക്കെ ഇങ്ങനെ ചീത്ത കൊടുക്കുക. ചീത്ത എങ്ങനെ പറയാം? എന്നിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇസ്ലാമിനല്ല ചീത്ത പറയുന്നത്, ആ സംഘടനയാണ് ചീത്ത പറയുന്നത്. അപ്പോൾ ആരും ഒന്നും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ശൈലി ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. എന്നാൽ അതിന്റെ മറുവശം എന്താ? മറുവശം അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ നാട്ടക്കുറ്റിയാക്കി ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു അംഗീകരിക്കാൻ പറ്റില്ല. അതിനർത്ഥം ആ സംഘടനയ്ക്ക് ഇസ്ലാമികമായ തകരാറ് അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക, അത് വിമർശിക്കുക, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നത് ഇതിന് എതിരല്ല, ഈ പറഞ്ഞതിനെതിരല്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മുസ്ലിം സംഘടനകളൊക്കെ വ്യത്യസ്ത ഓഫീസും വ്യത്യസ്ത സംഘടനയായിട്ട് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്ത ആശയങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ വ്യത്യസ്ത ആശയങ്ങൾ പരസ്പരം ഡിബേറ്റ് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും, തിരുത്തേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, സംവാദത്തിൽ ഏർപ്പെടേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ട്? അവിടെ മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം, മാന്യമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാത്രം. എന്നാൽ ഇസ്ലാമോഫോബിയ വളർത്താൻ, വർഗീയത ആരോപിക്കാൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതിന്റെ ആദർശത്തെയും വിശ്വാസത്തെയും ഇല്ലായ്മ ചെയ്യാൻ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ രംഗത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നത് ഇന്ന് കേരളത്തിൽ മുസ്ലിം സംഘടനകൾ മൊത്തം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം. അതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വേണം. മനസ്സിലായിട്ടുണ്ടോ? അത് പറയുമ്പോൾ ഈ ഫാസിസത്തിന്റെ കാലത്ത്, സംഘപരിവാറിന്റെ കാലത്ത് മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത് അത് ചോദിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ? ഓരോരുത്തരും വ്യത്യസ്ത ഓഫീസും വ്യത്യസ്ത സംഘടനയും സമ്മേളനവും പള്ളിയും മദ്രസയൊക്കെ ആയിട്ട് മാറാൻ കാരണം എന്താ? സിലബസ് ഒക്കെ മാറാൻ കാരണം എന്താ? അത് അടിസ്ഥാനപരമായി വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നായ പോലെ ഇതിനെ വേറിട്ടുക്കേണ്ട കാര്യം. പക്ഷെ ആ വ്യത്യാസം പറയുമ്പോഴേക്കും ഈ കാലത്ത് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല. ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതായിരിക്കണം പുതിയ കാലഘട്ടത്തിന്റെ മുഖമുദ്ര എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ്? ഒരേ സമയത്ത് തന്നെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വിശ്വാസപരമായ ആചാരപരമായ ആ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ അത് നല്ല ഭാഷയിലായിരിക്കണം, ഗുണകാംക്ഷയോടുകൂടിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഒന്നിച്ച് ആക്രമിക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് ആരൊക്കെ ഒഴുങ്ങി വരുന്നുവോ അവരെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും സംഘപരിവാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയാതിരിക്കരുത്. മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് ആ തർക്കത്തിൽ അഭിരമിച്ചുകൊണ്ട് സംഘപരിവാറും ടീമും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീഷണിക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കുകയും ചെയ്യും.